ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, അതേപോലെ അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള വല്ല ന്യൂസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ആരെങ്കിലും പഠിക്കുന്നത് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ ക്ലാസ്സിൽ 2 ലാംഗ്വേജ്, അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും നോട്ട്സ് തരുന്നുണ്ട്. സോ ഒരു പേജ് ഞാൻ ഇംഗ്ലീഷിൽ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതേ ന്യൂസ് മലയാളത്തിൽ ഒരു പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് മലയാളത്തിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് ആ പേജിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് to invest rupees 1925 crore in Mahindra's new electronic vehicle company. അപ്പോൾ മഹീന്ദ്രയുടെ പുതിയ EV കമ്പനിയിൽ ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് 1925 crore rupees. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ദ UK's ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ UKയിലത്തെ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനും അതേപോലെ ഇമ്പാക്ട് ഇൻവെസ്റ്റർ ആൻഡ് മഹീന്ദ്രയും കൂടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു എഗ്രിമെൻറ്റ് പ്രകാരം മഹീന്ദ്രയുടെ ഇലക്ട്രോണിക് വെഹിക്കിൾ യൂണിറ്റിന് 1925 കോടി രൂപ കിട്ടുന്നതാണ് ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും. അപ്പോൾ ദ EV കമ്പനി വിൽ ഫോക്കസ് ഓൺ 4-wheeler പാസഞ്ചർ ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. സോ ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇലക്ട്രോണിക് വെഹിക്കിൾ, മഹീന്ദ്രയുടെ ഇലക്ട്രോണിക് വെഹിക്കിൾ കമ്പനിക്ക് 1925 കോടി രൂപ ധനസഹായം നൽകിയത്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മലേഷ്യ ഓപ്പൺ റിസൾട്ട്സ്. ഡാനിഷ് ബാഡ്മിൻ്റൺ പ്ലെയർ വിക്ടർ ആക്സൽസൺ വൺ മെൻസ് സിംഗിൾസ് ടൈറ്റിൽ. അപ്പോൾ ഡെൻമാർക്കിൻ്റെ പ്ലെയർ ആയിട്ടുള്ള വിക്ടർ ആക്സൽസൺ ആണ് മെൻ സിംഗിൾസ് ടൈറ്റിൽ ജയിച്ചത്. തായ് പ്ലെയറായ റച്ചനോക്ക് ഇൻതാനോൺ ആണ് വുമൺ സിംഗിൾസ് ടൈറ്റിൽ ജയിച്ചത്. മെൻസ് ഡബിൾസ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചത് താക്കുറോ ഹോറി, യുഗോ കൊബയാഷി, ജപ്പാൻ്റെ ഇവരാണ് ജയിച്ചത് മെൻസ് ഡബിള്. പിന്നെ വുമൺസ് ഡബിൾസ് ജയിച്ചത് അപ്രിയാണി റഹായു ആൻഡ് സിതി ഫാദിയ സിൽവ രാമധന്തി ഓഫ് ഇന്തോനേഷ്യ, അവരാണ് ജയിച്ചത്. പിന്നെ മിക്സഡ് ഡബിൾസ് ജയിച്ചത് ചൈനയുടെ ഷെങ് സിവയും പിന്നെ ഹുവാങ് യാങ്യോങ് റീറ്റെയിൻ ടൈറ്റിൽ ഫോർ തേർഡ് ടൈമിനാണ് ഈ മിക്സഡ് ടീമിന് കിട്ടുന്നത്. പിന്നെ ടൂർണമെൻറ്റ് നടന്നത് ജൂൺ 28 മുതൽ ജൂലൈ 3 വരെയാണ്. ആൻഡ് ഹാഡ് ടോട്ടൽ പ്രൈസ് ഓഫ് ഇത്രയും $1,00,000, അതായത് $6,75,000 US ഡോളറാണ് അതിൻ്റെ ടോട്ടൽ പ്രൈസ് കംപ്രൈസ് ചെയ്തിരുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, മലേഷ്യ ഓപ്പൺ ഫൈനലിൻ്റെ. സോ നിങ്ങൾക്കിത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഒളിമ്പിക് മെഡലിസ്റ്റ് മുങ്ക്ബയാർ ഡോർസുറൻ അപ്പോയിൻറ്റഡ് ഇന്ത്യൻ പിസ്റ്റൾ ടീംസ് ഫോറിൻ കോച്ച്. അപ്പോൾ ഇന്ത്യയുടെ പിസ്റ്റൾ ടീമിൻ്റെ ഫോറിൻ കോച്ചായിട്ട് ഒളിമ്പിക് മെഡലിസ്റ്റായ മുങ്ക്ബയാർ ഡോർസുറനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഒളിമ്പിക് മെഡലിസ്റ്റായ മുങ്ക്ബയാർ ഡോർസുറനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ പിസ്റ്റൾ ടീമിൻ്റെ ഫോറിൻ കോച്ചായിട്ട്. സോ നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. The National Rifle Association of India appointed 2-time
Olympic medalist shooter Munk Bayar Dorjunsen as the chief foreign coach of the national pistol team ahead of ISSF World Cup in Changwon, Korea beginning on July 9th. July 9th സ്റ്റാർട്ട് ചെയ്യും, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് പിസ്റ്റൾ ടീമിൻ്റെ ഇന്ത്യൻ പിസ്റ്റൾ ടീംസിൻ്റെ ഫോറിൻ കോച്ചായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് മുങ്ക് ബയാർ ഡോർജൻസനെ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RRU ദ്രോണാചാര്യ സൈൻ MOU ടു സെറ്റ് റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി, RRU എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയാണ്. രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി അറ്റ് ഗാന്ധിനഗർ ഹാസ് സൈൻഡ് ആൻ MOU വിത്ത് ദ്രോണാചാര്യ ഏരിയൽ ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോർ സെറ്റിംഗ് അപ്പ് എ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് സെൻറ്റർ ഫോർ ഇമ്പാർട്ടിംഗ് ഡ്രോൺ ഫ്ലൈയിങ് സ്കിൽസ്. അപ്പോൾ ഡ്രോൺ ഫ്ലൈയിങ് സ്കിൽസിന് ട്രെയിനിങ് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി ഗാന്ധിനഗറും രാഷ്ട്രീയ രക്ഷാ യൂണിറ്റും അതേപോലെ ദ്രോണാചാര്യ ഏരിയൽ ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡുമാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. The training will be imparted to police and security force personnel and citizens at RRU campus near Gandhinagar. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് ഇമ്പാർട്ട് ചെയ്യാൻ പോകുന്നത് പോലീസിനും അതേപോലെ സെക്യൂരിറ്റി ഫോഴ്സ് പേഴ്സണലിനും ആൻഡ് സിറ്റിസൺസിനും, സാധാരണ സിറ്റിസൺസിനും RRU ക്യാമ്പസ്, സിറ്റിസൺസ് അറ്റ് RRU ക്യാമ്പസിലത്തെ സിറ്റിസൺസിനുമാണ് ഈ ഒരു ഈ ട്രെയിനിങ് ഇമ്പാർട്ട് ചെയ്യാൻ പോകുന്നത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RK ഗുപ്ത അപ്പോയിൻറ്റഡ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ. അപ്പോൾ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായിട്ട് RK ഗുപ്തേനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. സീനിയർ ബ്യൂറോക്രാറ്റ് RK ഗുപ്ത വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ. ഹി കംസ് ഇൻ പ്ലേസ് ഓഫ് ടി ശ്രീകാന്തിൻ്റെ പ്ലേസിലാണ് RK ഗുപ്തേനെ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഗുപ്ത എ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഓഫീസർ വിൽ സെർവ് ആസ് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ ജോയിൻറ്റ് സെക്രട്ടറി ലെവൽ ടിൽ 28 February next year. The date of his superannuation, the personnel ministry order said. So RK ഗുപ്തയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണറായിട്ട്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Samunati enters into co-lending partnership with SBI for financing FPOs. ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമുന്നതി എൻ്റർ ചെയ്തിരിക്കുകയാണ് കോ-ലെൻഡിങ് പാർട്ട്ണർഷിപ്പ് വിത്ത് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടൊരു കോ-ലെൻഡിങ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സമുന്നതി. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഓപ്പൺ അഗ്രി നെറ്റ്വർക്ക്, അപ്പോൾ ഓപ്പൺ അഗ്രി നെറ്റ്വർക്ക് ആയ സമുന്നതി ഹാസ് എൻറ്റേർഡ് ഇൻ ടു എ കോ-ലെൻഡിങ് പാർട്ട്ണർഷിപ്പ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടൊരു കോ-ലെൻഡിങ് പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഔട്ട്റീച്ച് ടു ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്. അപ്പോൾ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസിൽ അവർക്ക് ഔട്ട്റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റിൽ ഇവർ നിന്നിരിക്കുന്നത്. സോ ഇനീഷ്യലി അണ്ടർ ദിസ് പാർട്ട്ണർഷിപ്പ് ദ ലെൻഡിങ് എമൗണ്ട് വുഡ് ബി 100 crore. അപ്പോൾ തുടക്കത്തിൽ ഈ പാർട്ട്ണർഷിപ്പ് വഴി ലെൻഡിങ് എമൗണ്ട് വുഡ് ബി 100 crore, 100 കോടി രൂപയായിരിക്കും ഇതിൻ്റെ ലെൻഡിങ് എമൗണ്ട്. ദിസ് പാർട്ട്ണർഷിപ്പ് വിത്ത് എനേബിൾ സമുന്നതി ടു സ്കെയിൽ അപ്പ് ഇറ്റ്സ് ഔട്ട്റീച്ച് ടു FPOs വിത്ത് കസ്റ്റമൈസ്ഡ് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് എനേബിൾ ചെയ്യാൻ പോവുകയാണ് സമുന്നതിയുടെ ഔട്ട്റീച്ച് FPOs, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസിലുള്ള ഔട്ട്റീച്ച് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ ഇവർ എൻഗേജ് ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഇങ്സ് പാക്ട് വിത്ത് JBIC ഫോർ $220 million ലോൺ. അപ്പോൾ പവർ ഫിനാൻസ് കോർപ്പറേഷൻ എഗ്രിമെൻറ്റ് ഏർപ്പെട്ടിരിക്കുകയാണ് വിത്ത് JBIC, ജപ്പാൻ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ കോർപ്പറേഷനായിട്ടാണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. $220 million ലോണിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. സ്റ്റേറ്റ് ഓൺഡ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ PFC ഇങ്ക്ഡ് എ ലോൺ പാക്ട് ഫോർ JPY, അതായത് ജപ്പാൻ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ കോർപ്പറേഷനായിട്ടൊരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. സോ ജപ്പാനീസ് yen 30 billion, അതായത്
$220 million ആയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് ജപ്പാൻ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ആയിട്ട്. സോ പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറാണ് RS ധിലോൺ. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കോഗ്നിസെൻറ്റ് ബാഗ്സ് മൾട്ടി ഇയർ കോൺട്രാക്റ്റ് ഫ്രം നാഷണൽ ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ കോഗ്നിസെൻറ്റ് എന്ന് പറയുന്ന കമ്പനി മൾട്ടി ഇയർ കോൺട്രാക്റ്റ് നേടിയിരിക്കുകയാണ് ഫ്രം നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും. സോ നമുക്കൊന്ന് വായിച്ച് നോക്കാം. കോഗ്നിസെൻറ്റ് ഹാസ് ബീൻ സെലക്ടഡ് ആസ് എ സ്ട്രാറ്റജിക് ടെക്നോളജി പ്രൊവൈഡർ ബൈ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ടു ആക്സിലറേറ്റ് ആൻഡ് ഹെൽപ്പ് മാനേജ് ഇറ്റ്സ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. സോ കോഗ്നിസെൻറ്റ് ബാഗ്സ് മൾട്ടി ഇയർ കോൺട്രാക്ട് ഫ്രം നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും മൾട്ടി ഇയർ കോൺട്രാക്റ്റ് കോഗ്നിസെൻറ്റ് വാങ്ങിയിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഡൽഹി ഗവൺമെൻറ് ലോഞ്ചസ് മിഷൻ കുശാൽ കർമ്മി. അപ്പോൾ ഡൽഹി ഗവൺമെൻറ് ഒരു മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, മിഷൻ കുശാൽ കർമ്മി. അത് ടു ഹോൺ സ്കിൽസ് ഫോർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ സ്കിൽസ് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡൽഹി ഗവൺമെൻറ് മിഷൻ കുശാൽ കർമ്മി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡൽഹി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് സിസോദിയ ലോഞ്ച്ഡ് മിഷൻ കുശാൽ കർമ്മി ടു അപ്ഗ്രേഡ് ദ സ്കിൽസ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. അപ്പോൾ സ്കിൽ ഓഫ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലോഞ്ച്, അതായത് ഈ ഒരു മിഷൻ കുശാൽ കർമ്മി എന്ന് പറയുന്ന ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, എന്നിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് LNG, അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ടെർമിനൽ ലൈക്ലി ടു ഓപ്പറേഷണലൈസ് ഇൻ H2 2022. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ടെർമിനൽ ഓപ്പറേഷണലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇൻ H2 2022 ഓപ്പറേഷണലൈസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ടെർമിനൽ ഫോർ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അറ്റ് ജയ്ഗർ ഇൻ മഹാരാഷ്ട്ര ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഓപ്പറേഷണൽ ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് 2022. അപ്പോൾ H2 എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫാണ്. സോ സെക്കൻഡ് ഹാഫ് ഓഫ് 2022 ഓപ്പറേഷണലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും അത് ഓപ്പറേഷണലൈസ് ചെയ്യാം. സോ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ടെർമിനൽ ഓപ്പറേഷണലൈസ് ചെയ്യാൻ പോവുകയാണ്. ജയ്ഗറിൽ വെച്ച, മഹാരാഷ്ട്രയിലത്തെ ജയ്ഗർ എന്ന് പറയുന്ന സ്ഥലത്താണത് ഓപ്പറേഷണൽ ആവാൻ പോകുന്നത്. ഫ്ലോട്ടിംഗ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ടെർമിനലാണിത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ നിങ്ങൾക്ക് നോട്ട്സും പ്രിപ്പയർ ചെയ്യാം, മലയാളത്തിൽ വേണ്ടവർക്ക് അങ്ങനെ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. HDFC ടൈസ് അപ്പ് വിത്ത് സെയിൽഫോഴ്സ് ടു റീഇമാജിൻ ദ കസ്റ്റമർ ലൈഫ് സൈക്കിൾ. അപ്പോൾ കസ്റ്റമർ ലൈഫ് സൈക്കിൾ റീഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് HDFC ടൈപ്പ് ചെയ്തിരിക്കുന്നതാണ് സെയിൽസ്ഫോഴ്സ് ആയിട്ട് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. HDFC announced its partnership with a leading customer relationship management platform Salesforce for supporting its growth priorities. അപ്പോൾ ഗ്രോത്ത് പ്രയോറിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് നടന്നിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രാഷ്ട്രപതി ഭവൻ ഓർഗനൈസസ് 2-day വർക്ക്ഷോപ്പ് ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓഫ് മ്യൂസിയംസ് ആൻഡ് ഹെറിറ്റേജ് ബിൽഡിങ്സ്. അപ്പോൾ രാഷ്ട്രപതി ഭവൻ ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് 2-day വർക്ക്ഷോപ്പ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനും, മ്യൂസിയത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനും, അതേപോലെ ഹെറിറ്റേജ് ബിൽഡിങ്സിൻ്റെയും മ്യൂസിയത്തിൻ്റെയും ഹെറിറ്റേജ് ബിൽഡിങ്സിൻ്റെയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സോ രാഷ്ട്രപതി ഭവൻ ഇൻ അസോസിയേഷൻ വിത്ത് ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓർഗനൈസ്ഡ് എ വർക്ക്ഷോപ്പ് ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓഫ് മ്യൂസിയംസ് ആൻഡ് ഹെറിറ്റേജ് ബിൽഡിങ്സ്. അപ്പോൾ ജൂലൈ 7-8 ഇത് ഓപ്പറേഷൻ ഉണ്ടായിരുന്നത്. ഈ വർക്ക്ഷോപ്പ് രാഷ്ട്രപതി ഭവൻ മ്യൂസിയത്തിൽ വെച്ചാണത് നടന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് അപ്രൂവ്സ് ₹2,415 crore പ്രൊജക്റ്റ് ടു കണക്ട് ഹരിയാന വിത്ത് ജേവാർ എയർപോർട്ട്. അപ്പോൾ ഹരിയാനയെ ജേവാർ എയർപോർട്ടായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
2415 crore റുപ്പീസിൻ്റെ ഒരു പ്രൊജക്റ്റാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ദ കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രീൻഫീൽഡ് കണക്ടിവിറ്റി ടു ജേവാർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കണക്ടിംഗ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ഫ്രം DND ഫരീദാബാദ് Ballabag bypass KMP link in Gautam Budh Nagar district under Bharatmala project in Uttar Pradesh and Haryana with a budget of 2414.67 crore has been approved. അപ്പോൾ ഇത്രയാണ്, ഇതാണ് എക്സാക്റ്റ് എമൗണ്ട്. 2414.67 ആണ്. റൗണ്ട് ഫിഗർ ആണ് 2415. സോ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ പ്രൊജക്റ്റ്. ഹരിയാന വിത്ത് ജേവാർ എയർപോർട്ടായിട്ട് കണക്ട് ചെയ്യുന്നൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ അപ്രൂവ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നമ്പർ ഓഫ് അണ്ടർനറിഷ്ഡ് people in India declines to 224.3 million. Obesity among adults on the rise, UN report. അപ്പോൾ അണ്ടർനറിഷ്ഡ് പീപ്പിൾ ഇൻ ഇന്ത്യയുടെ സംഖ്യ ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. 224.3 മില്യൺ ആയി ഇപ്പോൾ. അതേപോലെ ഒബസിറ്റി അമംഗ് അഡൾട്ട്സ് കൂടിയിരിക്കുകയാണ് എന്നാണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നമ്പർ ഓഫ് അണ്ടർനറിഷ്ഡ് പീപ്പിൾ ഇൻ ഇന്ത്യ ഹാസ് ഡിക്ലൈൻഡ് ദ ലാസ്റ്റ് 15 years to 224.3 മില്യൺ in 2019 to 21. 2019 to 21 വരെ 224.3 മില്യൺ ആണ് ഇന്ത്യൻ അണ്ടർനറിഷ്ഡ് പീപ്പിൾ, ചിൽഡ്രൻ ഉള്ളത്, അണ്ടർനറിഷ്ഡ് പീപ്പിളായിട്ടുള്ളത്. So according to UN report, state of food security and nutrition in the world 2022, it also said that there are more obese adults and anemia women in India. അപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ അണ്ടർനറിഷ്ഡ് അഡൾട്ട്സും ഒബേസ് ആയിട്ടുള്ള അഡൾട്ട്സും, അതേപോലെ ഒബേസ് എന്ന് വെച്ചാൽ അമിതവണ്ണാണ്, അങ്ങനത്തെ അഡൾട്ട്സും, അതേപോലെ അനീമിയ ഉള്ള വുമണും ഒരുപാടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ് ബൈ ഹങ്കർ ഗ്ലോബലി റോസ് ടു ആസ് മെനി ആസ് 828 million in 2021, ആൻ ഇൻക്രീസ് ഓഫ് 46 million സിൻസ് 2020. അപ്പോൾ നമ്പർ ഓഫ് അഫക്റ്റഡ് ബൈ ഹങ്കറിന് അഫക്റ്റ് ആയിട്ടുള്ളത് ഗ്ലോബലി റോസ് ടു, അതായത് ലോകത്തിൽ മൊത്തം 828 മില്യൺ കൂടിയിരിക്കുകയാണ്. അത്രയും ആൾക്കാരാണ് ഹങ്കർ അഫക്റ്റഡ് ആയിട്ടുള്ളത്. സോ 46 മില്യൺ കൂടിയിരിക്കുകയാണ് 2020 കമ്പയർ ചെയ്യുമ്പോൾ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ്സ് ആൻഡ് ലേസ് ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഫോർ പ്രൊജക്റ്റ് വർത്ത് 1774 crore rupees ഇൻ വാരണാസി. അപ്പോൾ വാരണാസിയിൽ പ്രൈം മിനിസ്റ്റർ മോദി ഇനോഗ്രേറ്റും അതേപോലെ ഫൗണ്ടേഷൻ സ്റ്റോണും ലേ ചെയ്തിരിക്കുകയാണ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ട്. അത് എത്ര കോടി രൂപയുടെയാണ്? 1774 crore റുപ്പീസിൻ്റെ പ്രൊജക്ട്സിന് വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്തിരിക്കുന്നത്. ഇനോഗ്രേഷനും നടത്തി, അതേപോലെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേ ചെയ്യുകയും ചെയ്തു. So Prime Minister Narendra Modi inaugurated and laid foundation stones for the projects worth 1774 crore in Varanasi. He unveiled the projects during a function at the Sampurnanand Stadium in his Varanasi constituency. The projects range from sectors like education to roads, railways and tourism among others. അപ്പോൾ ഈ പ്രൊജക്ട്സിൽ ഉൾപ്പെടുന്നത് എഡ്യൂക്കേഷൻ തൊട്ടിട്ട് റോഡ്സ് വരെ, അതേപോലെ റെയിൽവേസ് ആൻഡ് ടൂറിസം, അതേപോലെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ പ്രൊജക്റ്റിൽ വരിക. സോ പ്രൈം മിനിസ്റ്റർ മോദിയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് വാരണാസിയിൽ വെച്ച്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ചെയർസ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് അപെക്സ് അതോറിറ്റി ഓഫ് NICDIT. 18 സ്റ്റേറ്റ്സ് പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് അപെക്സ് അതോറിറ്റി ചെയർ ചെയ്തിരിക്കുകയാണ്. NICDITയുടെ 18 സ്റ്റേറ്റ്സ് ആണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ചെയർഡ് ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ അപെക്സ് മോണിറ്ററിംഗ് അതോറിറ്റി ഓൺ ദ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ട്രസ്റ്റ്. So NICDIT is an apex chaired by finance minister and under the administrative control of a DPIIT for a coordinated and unified development of 5 industrial corridors in India. Chief ministers and industry ministers of 18 states participated in this meeting.
അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സും ഇൻഡസ്ട്രി മിനിസ്റ്റേഴ്സും ഓഫ് 18 സ്റ്റേറ്റ്സ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Defense Ministry approves HDFC, ICICI and Axis to provide financial services to overseas procurement. അപ്പോൾ ഓവർസീസ് പ്രൊക്യൂർമെൻറ്റിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ് ഡിഫൻസ് മിനിസ്ട്രി. HDFC, ICICI അതേപോലെ ആക്സിസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. ഇൻ ലൈൻ വിത്ത് ഫർദർ ഓപ്പണിംഗ് ഓഫ് അലോക്കേഷൻ ഓഫ് ഗവൺമെൻറ് ബിസിനസ് ടു പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഹാസ് സൈൻഡ് 3 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, HDFC Bank Limited, ICICI Bank and Axis Bank to provide the letter of credit and direct bank transfer business for overseas procurement by ministry. സോ ഡിഫൻസ് മിനിസ്ട്രി അപ്രൂവ് ചെയ്തിരിക്കുകയാണ് HDFC, ICICI ആൻഡ് ആക്സിസ് ബാങ്ക് ആയിട്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസസ് ഇൻ ഓവർസീസ് പ്രൊക്യൂർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്രൂവൽ നടന്നിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SBI റിന്യൂസ് MOU വിത്ത് ഇന്ത്യൻ എയർഫോഴ്സ് ഫോർ ഡിഫൻസ് സാലറി പാക്കേജ്. അപ്പോൾ SBI MOU റിന്യൂ ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആയിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് സാലറി പാക്കേജിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് SBI ഈ ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആയിട്ട്, IAF ആയിട്ട്. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് റിന്യൂഡ് ദ MOU വിത്ത് ഇന്ത്യൻ എയർഫോഴ്സ് ഫോർ എ ഡിഫൻസ് സാലറി പാക്കേജ് സ്കീം. അപ്പോൾ ഇതൊരു ഡിഫൻസ് സാലറി പാക്കേജ് സ്കീമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു MOU റിന്യൂ ചെയ്തിരിക്കുന്നത്. അണ്ടർ ദ സ്കീം ഇറ്റ് വിൽ ഓഫർ വേരിയസ് ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ടു ഓൾ സെർവിങ് ആൻഡ് റിട്ടയർഡ് എയർഫോഴ്സ് പേഴ്സണൽ ആൻഡ് ദെയർ ഫാമിലീസ്. അപ്പോൾ ഈ ഒരു സ്കീം പ്രകാരം എയർഫോഴ്സ് പേഴ്സണൽ, അതായത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അതേപോലെ റിട്ടയർ ചെയ്ത ആൾക്കാരും അതേപോലെ അവരുടെ ഡിപ്പെൻഡൻസിനും ഒക്കെ ഇതൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഈ ഒരു MOU സൈൻ ചെയ്തതോടുകൂടി ഈ ഒരു സ്കീം പ്രകാരം ഒരു ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. So insurance cover for permanent total disability, partial disability is also available. അപ്പോൾ ഇൻഷുറൻസ് കവറും കൊടുക്കുന്നുണ്ട് ഫോർ പെർമനൻ്റ് ടോട്ടൽ ഡിസബിലിറ്റിക്കും അതേപോലെ പാർഷ്യൽ ഡിസബിലിറ്റിക്കും എല്ലാം ഇവർ ഇൻഷുറൻസ് കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ SBI റിന്യൂ ചെയ്തിരിക്കുകയാണ് എയർഫോഴ്സ് പേഴ്സണലിനും അതേപോലെ അവരുടെ ഡിപ്പെൻഡൻസിനും വേണ്ടിയിട്ട്. സോ ഇന്ത്യൻ എയർഫോഴ്സ് ആയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് റിന്യൂ ചെയ്തിരിക്കുന്നത് ഡിഫൻസ് സാലറി പാക്കേജിന് വേണ്ടിയിട്ട്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. PNB സൈൻസ് MOU വിത്ത് ഇന്ത്യൻ എയർഫോഴ്സ് ഫോർ എ PNB രക്ഷക് പ്ലസ് സ്കീം. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അത് എയർഫോഴ്സ്, അതും ഇന്ത്യൻ എയർഫോഴ്സ് ആയിട്ടാണ്. പക്ഷേ SBI അല്ല, പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. കഴിഞ്ഞ ന്യൂസിൽ SBI ആണ് റിന്യൂ ചെയ്തത്. ഇതിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് സൈൻ ചെയ്തിരിക്കുകയാണ് MOU വിത്ത് ഇന്ത്യൻ എയർഫോഴ്സ്. ഓരോ ബാങ്ക് ഏത് ബാങ്കാണ് സൈൻ ചെയ്യുന്നതെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. മറ്റേത് ഡിഫൻസ് സാലറി പാക്കേജിന് വേണ്ടിയിട്ട് SBI ആണ് ചെയ്തത്. ഇത് എന്താണെന്ന് നമുക്ക് നോക്കാം. PNB ആണ് ചെയ്തിരിക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PNB രക്ഷക് പ്ലസ് സ്കീമിന് വേണ്ടിയിട്ടാണ്. സോ PNB ഇന്ത്യൻ എയർഫോഴ്സ് ആയിട്ട് MOU സൈൻ ചെയ്തിരിക്കുകയാണ് ഫോർ PNB രക്ഷക് പ്ലസ് സ്കീമിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. PNB ഹാസ് സൈൻഡ് ആൻ MOU വിത്ത് ഇന്ത്യൻ എയർഫോഴ്സ് ടു പ്രൊവൈഡ് സ്പെഷ്യലി ഡിസൈൻഡ് പ്രോഡക്ട്സ് ടു ദ ഡിഫൻസ് പേഴ്സണൽ അണ്ടർ ദ ബാങ്ക്സ് ഫ്ലാഗ്ഷിപ്പ് സ്കീം ഓഫ് PNB രക്ഷക് പ്ലസ്. സോ ഈ ഒരു സ്കീം പ്രകാരം ഇന്റർ ആലിയ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ്, എയർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ടു സെർവിങ് റിട്ടയർഡ് ആൻഡ് ട്രെയിനീസ് ഓഫ് ദ ഡിഫൻസ് ഫോഴ്സസ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്, അതേപോലെ സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ്, അതേപോലെ മെട്രോ പോലീസ്, റിട്ടയർഡ് പെൻഷനേഴ്സ്, അവർക്കൊക്കെ ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. എയർഫോഴ്സിൽ സെർവ് ചെയ്യുന്ന ഇവർക്കൊക്കെ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഈ ഒരു MOU കൊണ്ട്, ഈ ഒരു സ്കീം പ്രകാരം. സോ PNB ആണ് എയർഫോഴ്സ് ആയിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി ലോഞ്ചസ് സ്വാനിധി മഹോത്സവ്. അപ്പോൾ യൂണിയൻ മിനിസ്റ്ററായ ഹർദീപ് സിംഗ് പുരി സ്വാനിധി മഹോത്സവ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി launched Swanidhi Mahotsav, which is a cultural festival for celebrating the success of Prime Minister Swanidhi scheme. സോ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്റ്ററായ ഹർദീപ് സിംഗ് പുരി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സ്വാനിധി മഹോത്സവ്. അതൊരു കൾച്ചറൽ ഫെസ്റ്റിവലാണ് ഫോർ സെലിബ്രേറ്റിംഗ് ദ സക്സസ് ഓഫ്
പ്രൈം മിനിസ്റ്റർ സ്വാനിധി സ്കീം. സ്വാനിധി സ്കീമിൻ്റെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഇവൻ്റാണ് അല്ലെങ്കിൽ ഫെസ്റ്റിവലാണ്, കൾച്ചറൽ ഫെസ്റ്റിവലാണ് സ്വാനിധി മഹോത്സവ് എന്ന് പറയുന്നത്. സോ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ഈസ് ഓർഗനൈസിങ് സ്വാനിധി മഹോത്സവ് ഫ്രം 9th to 31st of this month. അപ്പോൾ 9th to 31st of this monthനാണ് ഇത് അതായത് ഓർഗനൈസ് ചെയ്യുക. ഇറ്റ് ഈസ് ബീങ് ഹെൽഡ് ഇൻ 75 cities അക്രോസ് 33 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ ഇതൊരു 75 സിറ്റീസിലാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. 33 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിൽ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ പ്രൈം മിനിസ്റ്റർ സ്വാനിധി സ്കീം വാസ് ലോഞ്ച്ഡ് ഓൺ 1st June 2020. അപ്പോൾ ഈ ഒരു സ്വാനിധി സ്കീം ലോഞ്ച് ചെയ്തത് 1st June 2020 ഈ പ്രൈം മിനിസ്റ്റർ സ്വാനിധി എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോമാണ് പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. പ്രൈം മിനിസ്റ്റർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. സോ യൂണിയൻ മിനിസ്റ്ററായ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്റ്ററായ ഹർദീപ് സിംഗ് പുരിയാണ് ഈ ഒരു സ്വാനിധി മഹോത്സവ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. സോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അമിത് ഷാ വിർച്വലി അൺവെയിൽ സ്റ്റാച്യു ഓഫ് പീസ് ഓഫ് സ്വാമി രാമാനുജാചാര്യ ഇൻ ശ്രീനഗർ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗറിൽ അമിത് ഷാ വിർച്വലായിട്ടാണ് അൺവെയിൽ ചെയ്തത് സ്റ്റാച്യു ഓഫ് പീസ് ഓഫ് സ്വാമി രാമാനുജാചാര്യയുടെ സ്റ്റാച്ചു ആണ് അൺവീൽ ചെയ്തത് ശ്രീനഗറിൽ വെച്ചിട്ട്. യൂണിയൻ ഹോം മിനിസ്റ്റർ അമിത് ഷാ വിർച്വലി അൺവെയിൽ ദ സ്റ്റാച്ചു ഓഫ് പീസ് ഓഫ് സ്വാമി രാമാനുജാചാര്യ ഇൻ ശ്രീനഗർ ലൊക്കേറ്റഡ് അറ്റ് ദ ടെമ്പിൾ ഇൻ ദ സൊനാവർ റീജിയനിലെ ടെമ്പിളിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെയിൻറ്റ് രാമാനുജാചാര്യ ഓൾസോ നോൺ ആസ് രാമാനുജ ഈസ് കൺസിഡേർഡ് ടു ബി എ ഗ്രേറ്റ് തിങ്കർ, ഫിലോസഫർ ആൻഡ് എ സോഷ്യൽ ട്രാൻസ്ഫോമർ both in Tamil Nadu's Sri Perumbudur. He is also known for blending Vedanta methodology with Bhakti. So Amit Shah ആണ് വിർച്വലായിട്ട് അൺവീൽ ചെയ്തത് സ്റ്റാച്യു ഓഫ് പീസ്. അത് സ്റ്റാച്യു ഓഫ് പീസ് ആരുടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമി രാമാനുജാചാര്യയുടെ ആണ് സ്റ്റാച്യു ഓഫ് പീസ്. സോ ശ്രീനഗറിൽ വെച്ചിട്ടാണ് ഇത് അൺവീൽ ചെയ്തത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രാകേഷ് ജുൻജുൻവാല ബാക്ക്ഡ് അക്കാസ എയർ ഗെറ്റ്സ് DGCA ക്ലിയറൻസ് ഫോർ ഓപ്പറേഷൻസ്. അപ്പോൾ രാകേഷ് ജുൻജുൻവാല അക്കാസ എയറിനെ ബാക്ക് ചെയ്തിരിക്കുകയാണ്. DCGA ക്ലിയറൻസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള DCGA ക്ലിയറൻസിന് ലഭിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് രാകേഷ് ജുൻജുൻവാല. So with Rakesh Jhunjhunwala promoted Akasa Air receiving the air operator certificate from the Directorate General of Civil Aviation, the country will see its 8th domestic airline taking wings by the end of the month. So Rakesh Jhunjhunwala backed Akasa Airനാണ് DGCA ക്ലിയറൻസ് ഓപ്പറേഷൻസിൽ നിന്നും DGCA ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നത്. സോ DGCA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ക്ലിയറൻസ് ആണ് അക്കാസ എയറിന് ലഭിച്ചിരിക്കുന്നത്. സോ രാകേഷ് ജുൻജുൻവാലയാണ് അതിനെ ബാക്ക് ചെയ്യുന്നത്. അക്കാസ എയർ രാകേഷ് ജുൻജുൻവാല ബാക്ക്ഡ് കമ്പനിയാണ്. സോ ദ കറണ്ട് ഹെഡ് ഓഫ് ദ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഈസ് അരുൺ കുമാർ ആണ് കറണ്ട് ഹെഡ് ഓഫ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. സോ സെയിം ന്യൂസ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ നെയിംസ് 215 മെമ്പർ കണ്ടിൻജൻറ്റ് ഫോർ അപ്കമിങ് 2022 ബിർമിംഗം കോമൺവെൽത്ത് ഗെയിംസ്. അപ്പോൾ ഇന്ത്യ 215 മെമ്പർ കണ്ടിൻജൻറ്റ് അതായത് ടീമിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് 2022 ബിർമിംഗം കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ടുള്ളത്. Indian Olympic Association acting president Anil Khanna called it a gender neutral contingent with 108 men and 107 women taking part. അപ്പോൾ 108 മെന്നും 107 വുമണുമാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് 215 മെമ്പർ കണ്ടിൻജൻറ്റിൽ. സോ ഡിസിപ്ലിൻ വൈസ് ദ ബിഗ്ഗസ്റ്റ് കണ്ടിൻജൻറ്റ് ഈസ് അത്ലറ്റിക്സ് ആൻഡ് ഹോക്കി. അപ്പോൾ ഡിസിപ്ലിൻ വൈസ് ബിഗ്ഗസ്റ്റ് കണ്ടിൻജൻറ്റ് ഇതിൽ ഈ അത്ലറ്റിക്സ് ആൻഡ് ഹോക്കിയാണ്. അതിൽ 36 എൻട്രീസ് ഉണ്ട് ഓരോന്നും men and women നിന്നും. സോ ദ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഹാസ് ചോസൺ രാജേഷ് ഭണ്ഡാരി ഫോർ
chef de mission role. So Bhandari is the current secretary of Himachal Pradesh Olympic Association. സോ ഇന്ത്യ 215 മെമ്പറുള്ള ഒരു കണ്ടിൻജൻറ്റിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്, നെയിം ചെയ്തിരിക്കുകയാണ് ഈ 2022 ബിർമിംഗം കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ട്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിനിസ്ട്രി ഓർഗനൈസസ് ഹരിയാലി മഹോത്സവ്. അപ്പോൾ എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിനിസ്ട്രി ഹരിയാലി മഹോത്സവ് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. So Ministry of Environment, Forest and Climate Change organized Hariyali Mahotsav on 8th July 2022 at Talkatora Stadium, New Delhi in a spirit of Azadi Ka Amrit Mahotsav. So Environment, Forest and Climate Change Ministry ആണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഹരിയാലി മഹോത്സവ്. അത് എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ, ന്യൂഡൽഹിയിലത്തെ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ്സ് അഖിൽ ഭാരതീയ ശിക്ഷാ സമാഗം ടു ഇംപ്ലിമെൻറ്റ് NEP 2020. സോ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് അഖിൽ ഭാരതീയ ശിക്ഷാ സമാഗം, അത് NEP, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനോഗ്രേഷൻ നടന്നിരിക്കുന്നത്, അഖിൽ ഭാരതീയ ശിക്ഷാ സംഘം. സോ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റഡ് അഖിൽ ഭാരതീയ ശിക്ഷാ സമാഗം ഇൻ ഉത്തർപ്രദേശ് വാരണാസിയിൽ വെച്ചിട്ടാണിത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദ സമ്മിറ്റ് ഈസ് ബീയിങ് ഹെൽഡ് ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അക്രോസ് ദ കൺട്രി. So the Ministry of Education has organized a Shiksha Samagam from July 7 to 9, 2022. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് അഖിൽ ഭാരതീയ ശിക്ഷാ സമാഗം. അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇനോഗ്രേഷൻ നടന്നിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ എലക്റ്റഡ് ടു യുനെസ്കോസ് ഇന്റർ ഗവൺമെൻറ്റൽ കമ്മിറ്റി ഓൺ ICH ഫോർ 4 years. യൂണിയൻ മിനിസ്റ്റർ ജി കിഷൻ റെഡ്ഡി. അപ്പോൾ ജി കിഷൻ റെഡ്ഡി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ എലക്ട് ചെയ്തിരിക്കുകയാണ് യുനെസ്കോയുടെ ഇൻ്റർ ഗവൺമെൻറ്റൽ കമ്മിറ്റി ഓൺ ICHന് വേണ്ടിയിട്ടാണ് ഇത് ഇന്ത്യ എലക്ട് ചെയ്തിരിക്കുന്നത് അടുത്ത 4 വർഷത്തേക്ക് വേണ്ടിയിട്ട്. സോ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഇന്ത്യ ഹാസ് ബീൻ എലക്റ്റഡ് ആസ് എ മെമ്പർ ഓഫ് ഇൻ്റർ ഗവൺമെൻറ്റൽ കമ്മിറ്റി ഓഫ് യുനെസ്കോസ് 2003 കൺവെൻഷൻ ഫോർ എ സേഫ് ഗാർഡിംഗ് ഓഫ് ദ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് for the 2022-26 cycle. So the election for the Intergovernmental Committee took place during the 9th General Assembly of 2003 convention held at UNESCO headquarters, Paris from 5th to 7th July 2022. So 5th to 7th July 2022 നടക്കാൻ പോകുന്നത്. സോ അത് നടന്നു കഴിഞ്ഞു ഓൾറെഡി. സോ യൂണിയൻ മിനിസ്റ്റർ ഫോർ കൾച്ചർ ആൻഡ് ടൂറിസം ആണ് ഡോണർ. ജി കിഷൻ റെഡ്ഡി ആണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം ആൻഡ് DONER. സോ ഇന്ത്യ എലക്ട് ചെയ്തിരിക്കുകയാണ് യുനെസ്കോൻ്റെ ഇൻ്റർ ഗവൺമെൻറ്റൽ കമ്മിറ്റി ഓൺ ICH ഫോർ നെക്സ്റ്റ് ഇൻടാഞ്ചിബിൾ കൾച്ചർ. ICH എന്ന് വെച്ചാൽ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് അടുത്ത 4 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഇന്ത്യ എലക്ട് ചെയ്തിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഫോർമർ നീതി ആയോഗ് CEO അമിതാഭ് കാന്ത് അപ്പോയിൻറ്റഡ് ഷെർപ്പ ഫോർ G20 സമ്മിറ്റ്. അപ്പോൾ നീതി ആയോഗ് CEO ആയിരുന്ന അമിതാഭ് കാന്തിനെ G20 സമ്മിറ്റിൻ്റെ ഷെർപ്പയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. So former Niti Aayog CEO Amitabh Kant has been appointed as Sherpa for a G20 summit. Kant will take over from the Union Minister Piyush Goyal. അപ്പോൾ പീയൂഷ് ഗോയലിൻ്റെ സ്ഥാനമാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഷെർപ്പ ഫോർ G20 സമ്മിറ്റാണ് അമിതാഭ് കാന്ത്. സോ ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. സോ നിങ്ങളത് നോട്ട് ചെയ്ത് വയ്ക്കുക. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിക്കാം. നിങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബോറിസ് ജോൺസൺ ക്വിറ്റ്സ് ആസ് എ UK പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ബോറിസ് ജോൺസൺ
UK പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തിൽ നിന്നും ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. സ്കാൻഡൽ റിഡൻ ബോറിസ് ജോൺസൺ അനൗൺസ്ഡ് ഹി വുഡ് ക്വിറ്റ് ആസ് എ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ഹി വാസ് അബാൻഡൻഡ് ബൈ മിനിസ്റ്റേഴ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് കൺസർവേറ്റീവ് ലോ മേക്കേഴ്സ്. അപ്പോൾ കൺസർവേറ്റീവ് ലോ മേക്കേഴ്സും അതേപോലെ മറ്റ് മിനിസ്റ്റേഴ്സും ഒക്കെ അബാൻഡൻ ചെയ്ത സമയത്താണ് ഇപ്പോൾ ബോറിസ് ജോൺസൺ UK പ്രൈം മിനിസ്റ്റർ എന്ന സ്ഥാനം രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. സോ നെക്സ്റ്റ് ന്യൂസ്, പരിതോഷ് ത്രിപാഠി അപ്പോയിൻറ്റഡ് MD ആൻഡ് CEO ഓഫ് SBI ജനറൽ ഇൻഷുറൻസ്. അപ്പോൾ പരിതോഷ് ത്രിപാഠി MD ആൻഡ് CEO ഓഫ് SBI ജനറൽ ഇൻഷുറൻസിൻ്റെ MD ആൻഡ് CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് പരിതോഷ് ത്രിപാഠിയെ. So SBI General Insurance Company has announced the appointment of Paritosh Tripathi as its new managing director and chief executive officer. He succeeds PC Kantpal, who has been appointed as a DMD P&RE at the corporate center SBI. SBI General Insurance 2009 ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 2010 ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് SBI ആൻഡ് ഓസ്ട്രേലിയ ഇൻഷുറൻസ് ഓസ്ട്രേലിയ ഗ്രൂപ്പായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചറാണ് SBI ജനറൽ ഇൻഷുറൻസ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ന്യൂസും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം, ഞാൻ ഡെയിലി എടുത്ത കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്കെന്തായാലും നെക്സ്റ്റ് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ ഡെയിലി വാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 95% മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ IBPS ഒക്കെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും അതേപോലെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. സോ വേഗം അപ്ലൈ ചെയ്യുക. അതേപോലെ ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ കറണ്ട് അഫയേഴ്സും കൂടി പഠിച്ചു തുടങ്ങുക. ലാസ്റ്റിലേക്ക് വെക്കരുത്. നിങ്ങൾ ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ, കറണ്ട് അഫയേഴ്സും കൂടി പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്കത് ഓർക്കാനും എല്ലാം നോട്ട്സും ഉണ്ടെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കി വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ഓർത്തെടുക്കാനും എല്ലാം വളരെ എളുപ്പമായിരിക്കും. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.